മൂലതോ ബ്രഹ്മരൂപായ മധ്യതോ വിഷ്ണുരൂപിണി അഗ്രത ശിവരൂപായ വൃക്ഷരാജായതേ നമ. അച്ഛൻ്റെ കുടുംബത്തിലെ കാവാണ്. എൻ്റെ കുട്ടിക്കാലം മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നതാണ് ഈ 3 വൃക്ഷങ്ങളെയും. എൻ്റെ ഓർമ്മയിൽ ഇത്രയും കനമുണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ കാലങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് പിടിച്ചാൽ കിട്ടാത്ത സൈസിൽ അവർ വളർന്നിരിക്കുന്നു. കാവുകൾ സന്ദർശിക്കുമ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ തോന്നുന്ന 3 ആശയങ്ങൾ ഞാനൊന്ന് വർണ്ണിക്കാം. മൂലത്തിൽ, അതായത് വേരുകളിൽ ബ്രഹ്മാവും, ഒരു വൃക്ഷത്തിൻ്റെ സൃഷ്ടിയുടെ തുടക്കം. മധ്യത്തിൽ വിഷ്ണുവും, മരത്തിൻ്റെ മധ്യഭാഗമുള്ള ഉറപ്പും. വൃക്ഷത്തിൻ്റെ അഗ്രത്തിൽ പടർന്നു പന്തലിച്ച് നിൽക്കുന്ന ശിവരൂപം, അതിനെ ഞാൻ അറിവായി കണക്കാക്കുന്നു. എന്നാൽ ഈ ചൈതന്യങ്ങളെല്ലാം ചേർന്ന് വിളങ്ങുന്ന ഒരു വൃക്ഷം, അതും നമ്മുടെ പൂർവികർ നൂറ്റാണ്ടുകളോളം ആയുസ്സുണ്ടെന്ന് ഉറപ്പുവരുത്തി വെച്ചുപിടിപ്പിച്ച വൃക്ഷങ്ങൾ. പുതുതായി ക്ഷേത്രങ്ങൾ പണിയുന്നതിനോടൊപ്പം ഇതുപോലുള്ള വൃക്ഷങ്ങൾ വെച്ചുപിടിപ്പിക്കുകയല്ലേ നമ്മൾ ചെയ്യേണ്ടത്? അടുത്തത് പറയുന്നതിന് മുമ്പ് കുട്ടിക്കാലത്ത് പഠിച്ചൊരു പാഠം ഓർമ്മ വന്നു. നമ്മൾ മനുഷ്യരെ പോലെ തന്നെ സകല ജീവജാലങ്ങൾക്കും ഭൂമിക്ക് മേലൊരു അവകാശമുണ്ട്. അത് തിരിച്ചറിഞ്ഞുകൊണ്ടാവാം നമ്മുടെ പൂർവികർ വാസസ്ഥലങ്ങളും കൃഷിയിടങ്ങളും ഉണ്ടാക്കുന്നതിനോടൊപ്പം പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയും നോക്കിക്കണ്ടുകൊണ്ട് മറ്റ് ജീവജാലങ്ങൾക്ക് വസിക്കാനായിട്ട് കുറച്ച് സ്ഥലം മാറ്റിവെച്ച് അവിടെ ഒരു കാവാക്കി മാറ്റിയിരുന്നു. എൻ്റെ കുട്ടിക്കാലത്ത് ഇതുപോലുള്ള വിശേഷ ദിവസങ്ങളിലല്ലാതെയും അമ്മ എന്നെ ഈ കാവിൽ കൂട്ടിക്കൊണ്ടുവരുമായിരുന്നു. അന്ന് വളരെ പ്രായമുള്ളൊരമ്മയാണ് ഈ കാവൊക്കെ വൃത്തിയാക്കി പൂജ ചെയ്തിരുന്നത്. പിന്നെ ഇന്നത്തെ പോലെ ആയില്യം പോലുള്ള വിശേഷ ദിവസങ്ങളിൽ നാഗർക്ക് 100 പാലും എല്ലാം ഊട്ടി വിശേഷാൽ പൂജകളൊക്കെ കഴിഞ്ഞ് നിൽക്കുമ്പോൾ വിളക്കുകളൊന്നും അണയാതെ കാവിലൊരു ഇളം കാറ്റടിക്കും. ഇതെത്ര പേർ അനുഭവിക്കാറുണ്ടെന്ന് എനിക്കറിയത്തില്ല. എനിവേ, സ്വകാര്യതയാണെങ്കിലും ഞാനത് അനുഭവിക്കാറുണ്ട്. എൻ്റെ അച്ഛൻ്റെ തലമുറയിലെ എത്രയോ പൂർവികരെല്ലാം ഒത്തുചേർന്ന ഒരിടം. കുടുംബത്തിലുള്ളവരെല്ലാം കൂടി മുൻകൈയെടുത്ത് ഈ കാവിനെ സംരക്ഷിച്ചു പോകുന്നതുകൊണ്ട് തന്നെ ഇനിയും വരും തലമുറകൾക്കും ഒരുപാട് ആയില്യം ഊട്ടുകൾക്കും വിശേഷ ദിവസങ്ങളിലുമൊക്കെ ഇവിടെ ഒത്തുകൂടാൻ കഴിഞ്ഞേക്കും.